ശക്തിയോട് തുറക്കണം. നിങ്ങൾ ഓരോ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തിപരമായി സംസാരിക്കണം. മനുഷ്യ ശബ്ദമല്ല നാഥ, നമ്മുടെ ശബ്ദം മാത്രം, മനുഷ്യ ആലോചനയല്ല, അങ്ങയുടെ ആലോചനകൾ മാത്രം ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ. പരിശുദ്ധാത്മാവിനെ ബലപ്പെടുത്തണം. അനുഗ്രഹിക്കുന്ന പ്രാർത്ഥനയ്ക്കായി സ്തുതിക്കുന്ന മാനവത്തിൽ കർത്താവിനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ട് വിശ്വാസത്തോടെ കരമൊഴുത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. എല്ലാവരും ദയവായിരിക്കാം. കർത്താവിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെ കാലം ആമേൻ. കർത്താവ് പ്രിയ ദാസിനെയും കുടുംബത്തെയും ആമേൻ ശാസ്ത്രങ്ങളിലേക്ക് അയച്ചു. സർപ്രൈസ് ആണെങ്കിലും എന്താ ആമേൻ എല്ലാ ദൈവത്തിന്റെ പ്ലാനിങ്ങിലുള്ളതായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇതുപോലെ കാലം ആമേൻ നിന്നും അല്പമാണെങ്കിലും അനുഗ്രഹിക്കുന്ന സാക്ഷ്യവും ദൈവം നടത്തി വിധങ്ങൾ വെച്ച് കേൾപ്പടെ തീർന്നല്ലോ. കഴിഞ്ഞ അവരെ പ്രാവശ്യം ഓരോ പ്രാവശ്യം വരുമ്പോൾ അല്പമായിട്ട് അവരുടെ അനുഭവങ്ങളെ കുറിച്ച് കേൾക്കുവാൻ ദൈവം സഹായിച്ചു. ആമേൻ. തുടർന്ന് വന്നിട്ടുള്ളവർക്ക് നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരെ പരിചയപ്പെടുക. അതിന് ശേഷം ആമേൻ കർത്താവ് സൗകര്യം ഫലമായി വിടുതൽ കൊടുത്ത നിമിത്തം കുടുംബമൊക്കെ കർത്താവിനെ അറിയുവാനും ഇന്ന് കർത്താവിനെ വിശുദ്ധമായ ഒരു പ്രയോജനപ്പെടുന്ന ഓർത്ത് സ്തുതിക്കുന്നു. കുടുംബത്തെ ഓർത്ത് സ്തുതിക്കുന്നു എന്നുള്ള സമയം കഥാസം വരുന്ന ശുശ്രൂഷിക്കും. അതിനായി കഥാസം എന്നോട് ക്ഷണിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയായിരിക്കും. കർത്താവിനെ അനുഗ്രഹിക്കുവാനായിട്ട്. Praise the Lord. ഈ വിശുദ്ധ ആരാധനയിൽ നിങ്ങളോടൊന്നിച്ച് ഈ ദൈവസഭയോടൊന്നിച്ച് ഏകദേശം 2 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് ഒരുമിച്ച് കുടുംബമായി കടന്നു വന്ന ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിലെല്ലാം നല്ലവനായി മതിയായവനായി ദൈവം എന്ന് നമ്മുടെ ജീവിതത്തിന് അനുഭവമാണ് അല്ലേ. ഹല്ലേലൂയ. ആ ദൈവത്തിനായി ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേക പ്രിയാലിനും കുടുംബവും ഇവിടെ ആയിരിക്കുമല്ലോ. അവർ കടന്നുപോയ വലിയ പ്രയാസത്തിൽ സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന ആണ് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അവർ അനുഭവിക്കുന്ന സൗഖ്യത്തിന്റെ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചതാണ്. ഏകദേശം 14 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പ്രിയ സഹോദരിയും 10 ദിവസത്തോളം കോമായിൽ വെന്റിലേറ്ററിലായിരുന്ന സമയത്തും അവിടുത്തെ സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന മുഖാന്തരമാണ് ഇന്ന് പ്രിയ സഹോദരി ഇവിടെ ആയിരിക്കുന്നത്. ദൈവത്തിന്റെ സഭയുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ദൈവത്തിന്റെ സഭയുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. ദൈവം അത് കേൾക്കും. ഹല്ലേലൂയ. അതിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലവും ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ആരാധനയിലൂടെ, പാട്ടുകളിലൂടെ, സാക്ഷ്യങ്ങളിലൂടെ എല്ലാം ദൈവം നമ്മളോട് ഇടപെടുകയും സംസാരിക്കുകയും നമ്മുടെ പല ചോദ്യങ്ങൾക്കും ദൈവം മറുപടി തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. നാം സേവിക്കുന്ന ദൈവം അത് മരിച്ച ദൈവമല്ല, മരണത്തിനപ്പുറം ജീവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ ജനങ്ങൾ മുഴുവൻ അവരുടെ ജീവിതത്തിൽ ഒരു കഷ്ടത വരുമ്പോൾ, നമുക്കറിയാം ഇന്ന് കേരളത്തിലെ ന്യൂസുകൾ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ എന്തുമാത്രം സൂയിസൈഡുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതും കുടുംബമായി ജീവിതം മരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഈ കാലയളവിൽ ഒരു ദൈവവൈദ്യന് പറയുവാൻ കഴിയും, ഞാൻ കടന്നു പോകുന്ന കഷ്ടതയിൽ സന്തോഷിക്കാൻ കഴിയുന്നെങ്കിൽ അത് ദൈവവൈദ്യന് മാത്രമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് പാട്ടുകാരൻ പാടിയതുപോലെ എന്നെ നിത്യതയോട് അടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കായി ഹല്ലേലൂയ ഞാൻ ദൈവത്തിന് ഹല്ലേലൂയ കണ്ണുനീരിനായി ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നെങ്കിൽ അത് ദൈവമക്കൾക്ക് മാത്രമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അല്പനേരത്തെ ചിന്തയ്ക്കായി ഞാനിങ്ങനെ കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങൾ ഇങ്ങനെ ഡ്രൈവിംഗിലായിരുന്നു. നാഷണൽ പാർക്കുകളിലും പലതും ഞങ്ങളിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയി പലതും കാണുവാൻ. ദൈവം ഈ ഭൂമിയെ നിർമ്മിച്ചപ്പോൾ ദൈവത്തിന്റെ മെജസ്റ്റി, ഞങ്ങളൊരു ടീഷർട്ടൊക്കെ അങ്ങനെ ഉണ്ടാക്കി, സീയിങ് ദ മെജസ്റ്റിക് വർക്ക് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ടീഷർട്ടൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഇങ്ങനെ ലോസ് ടോളിലും ഒക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്തപ്പോൾ, ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്തൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ വന്ന ഒരു ചിന്തയാണ്, God is in control. അല്ലേ? നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാൻ കഴിയാത്ത അനേക പ്രതിഭാസങ്ങൾ നാം ഈ ഭൂമിയിൽ കാണുന്നു. എന്നാൽ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ ഭൂമി പോലും ഇന്ന് നിലനിൽക്കുന്നത് ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ്. നമുക്കറിയാം ഭൂമി 23.5 ഡിഗ്രി ചരിഞ്ഞാണ് നിൽക്കുന്നത്.
അതിൽ അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ഒരു മനുഷ്യർക്കോ ഒരു ജീവജാലങ്ങൾക്കോ there is no way that anybody can survive in this world. ദൈവം അതിന്റെ യഥാസ്ഥാനത്ത് ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ഈ സകല യൂണിവേഴ്സിനെയും നിയന്ത്രിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം തന്നതോർത്ത്, ആ ദൈവത്തെ കണ്ടെത്തുവാൻ, ആ ദൈവത്തെ സേവിക്കുവാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീർന്നു. അതിനോട് ചേർന്ന് തന്നെ ഒരു ഭാഗം ഞാൻ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചപ്പോൾ ദൈവം തന്നൊരു ഭാഗമാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് the book of Mark chapter 4 verse 35 to 41 ഈ ഒരു ഭാഗമാണ് ദൈവസന്നിധിയിൽ അല്പനേരം ദൈവമക്കളുമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മാർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 35 മുതൽ 41-ാമത്തെ വാക്യം വരെ. Hallelujah. Even the children, can you please take the Bible and take the verse? Mark chapter 4 verse 35 to 41. Hallelujah. സ്തോത്രം. അതിന്റെ 35-ാമത്തെ വാക്യം ആർക്കെങ്കിലും ശക്തമായി വായിക്കാം? മതി. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകാം എന്ന് അവൻ അവരോട് പറഞ്ഞു. ആരോട് പറഞ്ഞു? Who? Children, look at me. Who said to whom? Who said? Jesus said to whom? To the disciples, let us go to the other side. നാം അക്കരയ്ക്ക് പോകാം. Hallelujah. മുന്നോട്ട് വായിച്ചാട്ടെ. ഇവൻ ആരെന്ന് നമ്മിൽ പറഞ്ഞു. നാം ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ അതിന്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവ് ഒരു പടകിൽ നിന്നുകൊണ്ട് ജനത്തോട്, പുരുഷാരത്തോട് ഉപമകളാൽ സംസാരിക്കുകയാണ്. എന്നാൽ ഉപമകളാൽ സംസാരിച്ചതിന് ശേഷം തന്റെ ശിഷ്യന്മാർ അടുത്ത് വന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അതിനകത്ത് മുന്നോട്ട് അവിടെ വായിക്കുമ്പോൾ പറയുന്നു, ഈ രാജ്യത്തിന്റെ this is a secret of the kingdom, അത് നിങ്ങൾക്കാണ് ഏൽപ്പിച്ചു തന്നിരിക്കുന്നത്. എന്നിട്ട് കർത്താവ് അതിന്റെ പൊരുളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. ആ പറഞ്ഞു കൊടുത്തതിന് ശേഷം ശിഷ്യന്മാരോട് പറയുകയാണ്, നാം അക്കരയ്ക്ക് പോകാം. ഹല്ലേലൂയ. ഇതാര് പറഞ്ഞു? കർത്താവ് പറഞ്ഞു. കർത്താവിന്റെ വാക്കാണ് തന്റെ ശിഷ്യന്മാരോട് നാം അക്കരയ്ക്ക് പോകാൻ പോവുകയാണ്. ദൈവമക്കളെ, നാം ഈ ഭാഗങ്ങളൊക്കെ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, ഞാനും വായിച്ചിട്ടുണ്ട്. ഈ ഒരു വാക്കിന്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ഹല്ലേലൂയ, ദൈവം നമ്മളെ എല്ലാം ഒരു യാത്രയ്ക്കായി ഒരുക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നാം എല്ലാവരും ഒരു യാത്രയിലാണ്. ദൈവം നമ്മളെ കാലാകാലങ്ങളായി വിളിച്ചു, അവന്റെ മക്കളാക്കി ദൈവം തീർത്തു. ദൈവം ഇത് പുരുഷാരത്തോടല്ല പറഞ്ഞ, അല്ലേ? അവിടെ ഒത്തിരി പുരുഷാരം ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ഉപദേശം കേൾക്കുവാൻ അനേക ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ യേശു ആരോട് പറഞ്ഞു? തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. ഹല്ലേലൂയ. ദൈവമക്കളെ, നാം ഇന്ന് ഈ ലോകത്തിൽ നമുക്കൊരു അക്കരയുണ്ട്. ഹല്ലേലൂയ. നമുക്കൊരു ഭവനം ദൈവം നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. അതിലേക്കുള്ള യാത്രയിലാണ് നാം എല്ലാവരും. ഹല്ലേലൂയ. ദൈവം ഇതുപോലെ പുറപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, ഇസ്രായേൽ മക്കളോടും ഇങ്ങനെ പറയുന്നുണ്ടല്ലേ, ഞാൻ നിങ്ങളെ ഒരു വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്, അല്ലേ? ഇസ്രായേൽ മക്കളെയും ദൈവം വിളിച്ചു. ദൈവം പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകും, ഞാൻ നിങ്ങളെ അവിടെ ആക്കുമെന്ന് ദൈവം ഒരു വാഗ്ദത്തം ഇസ്രായേൽ മക്കൾക്കും കൊടുത്തു. പുറപ്പാട് പുസ്തകം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യം വായിച്ചാണ്. അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ യഹോവയാകും. ഞാൻ നിങ്ങളെ ഇസ്രായേലിന്റെ കൂലിവേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ട് മഹാശക്തികൾ കൊണ്ട് നിങ്ങളെ
ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ ദൈവം വിളിച്ചു. ഇതുപോലെ ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. ഇവിടെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളെ അക്കരയ്ക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. അതിന്റെ 36-ാമത്തെ വാക്യത്തിലേക്ക് ഇത് ശിഷ്യന്മാരെ കേട്ടു, അവർ റെഡിയാണ്. 36-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവർ പുരുഷാരത്തെ വിട്ടു, താൻ പടകിൽ ഇരുന്ന പാടെ അവരെ കൊണ്ടുപോയി. മറ്റു ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. 37-ാമത്തെ വാക്യം നാം എല്ലാവരും 36-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നാം എല്ലാവരും ദൈവത്തെ അനുസരിച്ചവരാണ് അല്ലെ. ദൈവം പറഞ്ഞ വാക്ക് അനുസരിച്ച് വിശ്വസിച്ച് അവനെ അനുഗമിക്കുവാൻ ഇറങ്ങി തിരിച്ചവരാണ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. ഹല്ലേലൂയ. ദൈവത്തെ അനുസരിച്ചു. അതുപോലെ തന്നെ ശിഷ്യന്മാരും ആ പടകിൽ ഇരുന്ന പാടെ, കർത്താവ് ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ ശിഷ്യന്മാർ കർത്താവിനോട് ചേർന്ന് പടകെടുത്തു മുന്നോട്ട് യാത്ര തുടങ്ങി. എന്നാൽ അടുത്ത വാക്യത്തിൽ വായിക്കുകയാണ്, അവർ 37-ാമത്തെ വാക്യം, അപ്പോൾ അല്ലെ, അപ്പോൾ വലിയ ഒരു ചുഴലിക്കാറ്റ് ഉണ്ടായി. Can you read in English verse 37? Anybody? And a great windstorm arose. Then അപ്പോൾ ആരാണ് ഇവര്? ദൈവത്തിന്റെ ശിഷ്യന്മാർ. ആര് പറഞ്ഞിട്ടാണ് അവർ ഇറങ്ങി തിരിച്ചത്? യേശു പറഞ്ഞിട്ടാണ് ഇറങ്ങി തിരിച്ചത്. യേശു അന്നേരം പറഞ്ഞു, അതിന്റെ ഫോർകാസ്റ്റ് വല്ലതും കർത്താവ് ചെയ്തായിരുന്നു. നമുക്കറിയാം, നമുക്ക് ഇവിടെ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഫോർകാസ്റ്റ് നോക്കും, ഇന്നത്തെ വെതർ എന്താണ് അല്ലെ. കഴിഞ്ഞ ദിവസങ്ങളിൽ മിഷിഗണിൽ മുഴുവൻ ഭയങ്കര ഇതായിരുന്നു, പുകയായിരുന്നു. നമുക്കറിയാമല്ലോ, കാനഡയിലെ കാറ്റ്, തീ കത്തി കാറ്റ് മുഴുവൻ മിഷിഗണിലാണ് വന്നത്. ഞങ്ങളെല്ലാം മാസ്ക് വെച്ചതാണ്. അന്നത്തെ ദിവസം ഞങ്ങൾ നോക്കിയ മിഷിഗണിലാണ് ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ എയർ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും വെതർ ഫോർകാസ്റ്റ് നോക്കും. എപ്പോഴാണ് സ്നോ വരുന്നത്, ഇന്ന് സ്നോ ഉണ്ടോ, മഴയുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും. എന്നാൽ കർത്താവ് ഒന്നും മിണ്ടിയില്ല. എന്നാൽ കർത്താവിന് അറിയായിരുന്നു ഒരു സ്റ്റോം വരാൻ പോവുകയാണ്, ഒരു ചുഴലിക്കാറ്റ് വരാൻ പോവുകയാണ്. ദൈവമക്കളെ, അവനെ അനുസരിച്ചിറങ്ങുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാകുന്ന നിമിഷം മുതൽ നിങ്ങൾ പിശാചിന് അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ശക്തിക്ക് ഒരു വിടക്കാണ്. ഹല്ലേലൂയ. പിശാചിന് നമ്മളോട് താല്പര്യമില്ല. ഹല്ലേലൂയ. പിശാചിന്റെയും ഈ ലോകത്തിന്റെ ശക്തികൾക്ക് ശത്രുവാകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അവനെ അനുസരിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ. ഹല്ലേലൂയ. നാം ഇവിടെ വായിക്കുന്നു, അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തീര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. ഹല്ലേലൂയ. ചെറിയ ചുഴലിക്കാറ്റൊന്നുമല്ല. ആ പട ഒരിക്കലും അക്കരെ എത്താൻ കഴിയാത്ത നിലയിൽ ആ പടകിനെ മുങ്ങുമാറാക്കുന്ന തരത്തിലുള്ള ചുഴലിക്കാറ്റ്. ഹല്ലേലൂയ. ദൈവമക്കളെ, കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പഠിപ്പിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിന് 33-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. അതിന് 1ഉം 2ഉം ഇങ്ങനെ വായിക്കുന്നു. 16-ാം അധ്യായം 1ഉം 2ഉം, നിങ്ങൾ എങ്കിൽ ഇടറി പോകാതിരിപ്പാൻ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരും. ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കുകയും യഥാർത്ഥമായി ദൈവത്തെ പിൻപറ്റുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും, നിങ്ങൾക്ക് കഷ്ടതയുണ്ടാകും, നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. നിങ്ങളുടെയൊക്കെ അനുഭവങ്ങളല്ലേ, നമ്മുടെയൊക്കെ അനുഭവങ്ങളല്ലേ? ദൈവത്തെ അനുസരിക്കുവാൻ തീരുമാനമെടുക്കുന്നിടം വരെ, അല്ലെങ്കിൽ വിശ്വാസ സ്നാനം എടുക്കാൻ തീരുമാനമെടുക്കുന്നിടം വരെ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ? എന്നാൽ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാ സംഭവിച്ചത്? നമ്മുടെ കൂട്ടുകാരായിരുന്നവർ, നമ്മുടെ ബന്ധുക്കളായിരുന്നവർ നമ്മളെ പറ്റി എന്തൊക്കെ പറഞ്ഞു? ഇതൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ദൈവത്തെ അനുസരിക്കുന്നത് ശത്രുവിന് ഇഷ്ടമല്ല. ഹല്ലേലൂയ. നാം ഇത് കേൾക്കുവാനിടയായി തീർന്നല്ലോ. ഒരു വ്യക്തി അനുസരിക്കുവാൻ തീരുമാനമെടുത്താൽ ഉള്ള അനുഗ്രഹം. ഹല്ലേലൂയ. എന്ന് പകൽക്കാലം ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ കടന്നു വരും. അതിനെ മുന്നോട്ട് വായിക്കും. 33-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ
ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ദൈവങ്ങളെ നാം സേവിക്കുന്ന ദൈവം ഒരു പരാജയപ്പെട്ട ദൈവമല്ല. ഹല്ലേലൂയ. നമ്മൾ കടന്നു പോകുന്ന കഷ്ടതയിലും, നമ്മൾ കടന്നു പോകുന്ന വേദനയിലും, നമ്മൾ കടന്നു പോകുന്ന ദുരിതങ്ങളിലും നമുക്ക് ഒരു കാര്യം പറയുവാൻ കഴിയും: ഞാൻ സേവിക്കുന്ന ദൈവം ഹല്ലേലൂയ അത് ജയാളിയായ ദൈവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇസ്രായേൽ മക്കളെയും ഇതുപോലെ ദൈവം വിടുവിച്ചു. അവർ ദൈവത്തിന്റെ കരം അനുഭവിച്ചു, നീട്ടിയ ഭുജം ദൈവത്തിന്റെ അവർ അനുഭവിച്ചു. എന്നാൽ നാം മുന്നോട്ട് വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം ചാപ്റ്റർ 14 മുന്നോട്ട് വായിക്കും 9 മുതൽ 12 വരെയുള്ള വാക്യം നാം ഇങ്ങനെ വായിക്കുമ്പോൾ 9ാമത്തെ വാക്യം വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം 14:9. സൈന്യവുമായി ഇസ്രായേൽവരെ പിന്തുടർന്നു. കടൽക്കരയിൽ സമീപത്തുള്ള പീഹാഹിരോത്തിനരികെ അവർ പാളയമനുസരിക്കുമ്പോൾ അവരോട് അടുത്തു. ഫറവോൻ അടുത്ത് വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തലയുയർത്തി. ഇസ്രായേൽ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേലിയർ പിന്നാലെ വരുന്നത് കണ്ട് അവർ എന്ത് ചെയ്തവരെ ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കളും ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ അനുസരിച്ച് അവർ ഇസ്രായേലിൽ ദൈവത്തിന്റെ കരം കണ്ടവരാണ്, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അനുഭവിച്ചവരാണ്. എന്നാൽ ഇവിടെ ഹല്ലേലൂയ ഫറവോന്റെ സൈന്യം അവരുടെ പിൻപേ വരുന്നത് കണ്ട് അവരെന്ത് ചെയ്തു? അവർ ഭയപ്പെട്ടു. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം മടങ്ങി വരുമ്പോൾ 38ാമത്തെ വാക്യത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ശിഷ്യന്മാർ അവൻ 38ാമത്തെ വാക്യം, അവൻ അമരത്ത് തലയണ വെച്ചുറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി. എന്നിട്ട് പറയാണ്, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ആരാ പറയുന്നത്? ശിഷ്യന്മാർ. ദൈവത്തിന്റെ ഉപദേശം മുഴുവൻ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ വചനം കേട്ടവർ, യേശുവിന്റെ നാവിൽ നിന്ന് തന്നെ ജീവന്റെ വചനം കേട്ടവർ, അവർ പറയുകയാണ്, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഡോണ്ട് യു കെയർ? യേശുവിനോട് ചോദിക്കുകയാണ്, നിനക്ക് വിചാരമില്ലയോ? ഇവിടെ ഇസ്രായേൽ മക്കളും ഇത് തന്നെയാണ് ചോദിക്കുന്നത്. അതിന്റെ 11ാമത്തെ വാക്യം, അവർ മോശയോട്, പുറപ്പാട് പുസ്തകം 14:11, അവർ മോശയോട്, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവരുന്നത്? നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിൽ ഞങ്ങളോട് നീ ചെയ്തത് എന്ത്? മിസ്രൈമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണമെന്ന് ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? കണ്ടോ, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? ഒരു ദൈവത്തിന്റെ ശിഷ്യൻ, യേശുവിന്റെ ശിഷ്യന്റെ പ്രതികരണം എങ്ങനെയായിരിക്കണം? ഹല്ലേലൂയ. ഇവിടെ ശിഷ്യന്മാര് യേശുവിനെ നോക്കി പറയുകയാണ്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ഇതുപോലത്തെ അനുഭവങ്ങളിൽ കൂടെ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ, നാം ഒരിക്കലും വിചാരിക്കാത്ത സിറ്റുവേഷനുകൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞങ്ങളുടെ ഗ്രീൻ കാർഡിന്റെ വിഷയത്തിൽ ഞങ്ങൾ ഏകദേശം 18 വർഷത്തോളം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളെ ഗ്രീൻ കാർഡ് കിട്ടിയത്. അതിന്റെ ഡേറ്റ് ഏകദേശം, അതിന്റെ പ്രയോറിറ്റി ഡേറ്റ് ക്രോസ് ചെയ്ത് ഞങ്ങളുടെ മെഡിക്കൽ എല്ലാം കഴിഞ്ഞ് ഞാൻ സബ്മിറ്റ് ചെയ്തു. അതിന്റെ പിറ്റേ ദിവസം ഞങ്ങളുടെ പ്രയോറിറ്റി ഡേറ്റ് പുറകോട്ട് പോയി. ഞാൻ ആ ഡേറ്റ് കണ്ടപ്പോൾ ഞാൻ എന്റെ ദൈവമേ, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ മനുഷ്യൻ നമ്മൾ പറഞ്ഞു പോകും. 18 വർഷം വെയിറ്റ് ചെയ്തിട്ട് എല്ലാം റെഡിയായി, മെഡിക്കലും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ ഡേറ്റ് പുറകോട്ട് പോയി. പിന്നെ എനിക്ക് ഗ്രീൻ കാർഡ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഈ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ പ്രതികരണം, God, don't you care? നീ ഉറങ്ങുകയാണോ? നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നാം ഓർത്തു പോയിട്ടില്ലേ, കർത്താവേ, നീ എവിടെയാ? നീ എന്നെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ഞാൻ കടന്നു പോകുന്ന കഷ്ടതകൾ നിനക്ക് മനസ്സിലാകുന്നില്ലേ എന്ന ചോദ്യം പലപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ വന്നിട്ടില്ലേ? ഇവിടെ കർത്താവ് അതിനുശേഷം മുന്നോട്ട് വായിക്കുമ്പോൾ പറയുന്നു, ഹല്ലേലൂയ, ഇത് തന്നെയാണ്
പലപ്പോഴും നാം സങ്കീർത്തനങ്ങളിൽ വായിക്കുകയും ചെയ്യുന്നു. ആസാഫ് ഇങ്ങനെ പറയുന്നു, 73-ാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ ആസാഫ് പറയാണ്, കർത്താവേ ഞാൻ എൻ്റെ ഹൃദയം അതിന്റെ വായിച്ചാട്ടെ 13-ാമത്തെ വാക്യം. എന്നാൽ ഒടുവിൽ ഈ പ്രതിസന്ധികളിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ, നാം എല്ലാവരും ഇതുപോലുള്ള അവസ്ഥയിൽ കൂടെ നാം കടന്നു പോകും. ഹല്ലേലൂയ. കാരണം നാം ദൈവമക്കളാണ്. ദൈവമക്കളാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല അനുഭവങ്ങളും എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ദൈവത്തെ നാം തിരിച്ചറിയണം. ഈ ദൈവം ആരെന്ന് നാം മനസ്സിലാക്കുന്നത് ഈ അനുഭവങ്ങളിലൂടെയാണ്. ഹല്ലേലൂയ. ഈ ചുഴലിക്കാറ്റില്ലായിരുന്നെങ്കിൽ ഈ ശിഷ്യന്മാർക്ക് ഈ മനസ്സിലാക്കിയതൊന്നും മനസ്സിലാകത്തില്ലായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നാം കടന്നു പോകുന്ന പ്രതികൂലങ്ങൾ, നാം കടന്നു പോകുന്ന കഷ്ടതകൾ, നാം ഇത്രയും ദൈവത്തെ സേവിച്ചു, ഞാൻ ഇത്രയും വിശുദ്ധിയോടെ ജീവിച്ചു, ആരാധനയ്ക്ക് പോയി പ്രാർത്ഥിച്ചു, ദൈവത്തിന് വേണ്ടി എല്ലാം ഞാൻ ചെയ്തതൊക്കെ വ്യർത്ഥമായോ എന്ന ചിന്ത ഒരിക്കലും നമ്മുടെ മനസ്സിൽ വരുവാൻ അനുവദിക്കരുത്. അത് വരുമ്പോൾ നാം എന്ത് ചെയ്യണം? അവന്റെ സന്നിധിയിലേക്ക് നാം ചെല്ലണം, അവന്റെ പാദപീഠത്തിലേക്ക് ചെല്ലണം. നമ്മുടെ ഏത് ചോദ്യങ്ങളും കർത്താവിന് മുമ്പിൽ പറയുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് കർത്താവിനോട് ചോദിക്കാം, കർത്താവേ ഞാൻ എന്തുകൊണ്ട് ഈ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നു? ഹല്ലേലൂയ. എനിക്കിത് മനസ്സിലാകുന്നില്ല കർത്താവേ, എനിക്കിതൊട്ടും ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല, ഇതിലെ നന്മ എനിക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല കർത്താവേ എന്ന് പറയുവാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അല്ലാതെ നമ്മൾ ആരുടെ ചെന്നാ പറയുന്നത്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ചോദ്യങ്ങളുമായി, നമ്മുടെ പ്രശ്നങ്ങളുമായി അവന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഹല്ലേലൂയ, അവൻ നമുക്ക് മറുപടി പറഞ്ഞു തരും, അവൻ നമ്മളെ നടത്തും. ഹല്ലേലൂയ. നാം മുന്നോട്ട് വായിക്കുമ്പോൾ ഹല്ലേലൂയ, അതിന്റെ അടുത്ത വാക്യം വായിച്ചാട്ടാ, 38-ാമത്തെ വാക്യം, 39-ാമത്തെ വാക്യം. കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പ്രതിസന്ധിക്കും ശാന്തത വരുത്തുവാൻ കഴിയുന്ന ഒരാളാണ്. അവന്റെ മുമ്പിൽ കഴിയാത്തതൊന്നുമില്ല, അവനെ കൊണ്ട് അസാധ്യമായതൊന്നുമില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതം നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, നാം സേവിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കല്ലറയിൽ വെച്ച് 4 നാൾ നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിക്കുവാൻ ലോകത്തിന്റെ ഒരു മെഡിക്കൽ സയൻസിനും എക്സ്പ്ലെയിൻ ചെയ്യാത്തതിനുപരിയായി ദൈവം പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ശദ്രക്, മേശക്, അബേദ്നെഗോയോട് കൂടെ തീയിൽ ഇറങ്ങി വന്നൊരു ദൈവം. ഹല്ലേലൂയ. സിംഹത്തിന്റെ വായിൽ നിന്ന് ദാനിയേലിനെ വിടുവിച്ചവനായ ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ കടന്നു പോകുന്ന വിഷയങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അതിന്റെ മുമ്പിൽ, ആ കോളിടക്കത്തിന് മുമ്പിൽ, ആ കോലാഹലത്തിന് മുമ്പിൽ ദൈവത്തിന് ശാന്തത വരുത്തുവാൻ കഴിയും. ഹല്ലേലൂയ. എന്ന് നാം വിശ്വസിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിൽ ഭയമാണോ, നമ്മുടെ ജീവിതത്തിൽ ഭാരമാണോ, നാളെയെ കുറിച്ചുള്ള വിചാരമാണോ, എന്ത് ഭവിക്കും എന്നുള്ള വിഷയമാണോ ഇന്ന് നമ്മെ ഭരിക്കുന്നത്? എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന് പറയുവാൻ ഉള്ളത്, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് കലുഷിതമായ വിഷയത്തിന്മേലും ശാന്തത വരുത്തുവാൻ അവന്റെ ഒരു വാക്കിനാൽ കഴിയും. അത് തിരമാലകളാകട്ടെ, അത് ഓളങ്ങളാകട്ടെ, അത് പർവ്വതമാകട്ടെ, അത് രോഗമാകട്ടെ, അത് പ്രയാസങ്ങളാകട്ടെ, അത് വിസയുടെ വിഷയങ്ങളാകട്ടെ, എന്തുമാകട്ടെ, തലമുറയുടെ വിഷയമാകട്ടെ, അതിന്മേലൊരു ശാന്തത വരുത്തുവാൻ ഒരാൾക്ക് മാത്രമേ കഴിയുള്ളൂ. അവനിലേക്ക് ഓടിച്ചെല്ലുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, നാം അക്കരയ്ക്ക് പോകാം. ആ വാക്കിന് വിരോധമായി
എന്ത് പ്രതിസന്ധികൾ, ആ വാഗ്ദത്തത്തിന് വിരോധമായി എന്ത് പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിനെ അതിജീവിക്കുവാൻ യേശു നമ്മുടെ പടകിലുണ്ടെങ്കിൽ, യേശു നമ്മുടെ പടകിലുണ്ടെങ്കിൽ ഏത് വിഷയമായിക്കൊള്ളട്ടെ അവന്റെ വാഗ്ദത്തമുണ്ട്. നാം അക്കരയ്ക്ക് പോകാം. ആ യാത്രയിൽ, നമ്മുടെ ഈ ലോകത്തിലെ നമ്മുടെ യാത്രയിൽ, നമ്മുടെ ആത്മീയ യാത്രയാകട്ടെ, നമ്മുടെ ഭൗതിക യാത്രയാകട്ടെ, ഏതു മേഖലയിലും അവൻ വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടോ, അക്കരെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ, അവൻ അക്കരെ എത്തിക്കാൻ വാഗ്ദത്തം വിശ്വസ്തനായ ദൈവമാണ്. അവസാനമായി അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവർ ചോദിക്കുന്നു, അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. ഹല്ലേലൂയ. നാം ദൈവത്തെ സേവിക്കാൻ തുടങ്ങിയിട്ട് ചില വർഷങ്ങളായിരിക്കാം. എന്നാൽ ഇന്നും നാം ആ ചോദ്യമാണോ ചോദിക്കുന്നത്? ഹല്ലേലൂയ. ഇവൻ ആർ? ഈ യേശുവിനെ നാം എത്രമാത്രം അറിഞ്ഞിട്ടുണ്ട്? ദൈവങ്ങളെ, പൗലോസിന്റെ വലിയൊരു പ്രാർത്ഥനയുണ്ട്. നിങ്ങളുടെ സഭയിൽ എഫേസ് ലേഖനം ഞങ്ങൾ ഇങ്ങനെ പഠിച്ചു വരികയാണ് ഓരോ വാക്യങ്ങളായി. അതിനകത്തൊരു ഭാഗം ഞാൻ മെസ്സേജ് പറയുവാനിടെ പൗലോസ് പറഞ്ഞ പ്രാർത്ഥന എഫേസ് ലേഖനം 3-ാം അധ്യായം അതിന്റെ 13 മുതൽ താഴെയുള്ള ഒരാൾക്ക് വായിക്കാം. പൗലോസിന്റെ വലിയൊരു പ്രാർത്ഥനയാണ് ദൈവസഭയെ കുറിച്ച്. ഇവൻ ആരെന്നുള്ള ചോദ്യം നാം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നാം യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ അറിവ്, അതിന്റെ ആഴവും ഉയരവും നീളവും വീതിയും നമ്മുടെ ജീവിതത്തിൽ അനുദിനം ഗ്രഹിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിസന്ധികൾ വരുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, എന്റെ കഷ്ടത നിങ്ങളുടെ ഗ്ലോറിയാണ്. ഹല്ലേലൂയ. ഈ യേശുവിനെ അറിഞ്ഞവന് മാത്രമേ അത് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ കടന്നു പോകുന്ന കഷ്ടതയിൽ അത് നിങ്ങൾ അതിനകത്ത് മടുത്തു പോകരുത്, അത് നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, അത് നിങ്ങളുടെ മഹത്വത്തിനായിട്ടാണ് എന്ന് പൗലോസ് പറഞ്ഞെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നറിയാം? പൗലോസ് യേശുവിനെ അറിയേണ്ടതുപോലാണ്. അത് പൗലോസ് ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവനെ കുറിച്ചുള്ള അറിവിന്റെ ആഴവും ഉയരവും നീളവും വീതിയും. നമ്മുടെ അനുദിന ക്രിസ്തീയ ജീവിതം മുന്നോട്ട് വളർന്നു വരുമ്പോൾ നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, നമ്മുടെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നാം യേശുവിനെ കൂടുതലായി അറിയുവാൻ, അവനെ അനുഭവിക്കാൻ, അവനോടുള്ള സ്നേഹം വർദ്ധിക്കുവാൻ. അതേ കർത്താവേ, ഞാൻ ഈ പ്രതിസന്ധിയിൽ ആയിരുന്നത്, ഞാൻ ഈ രോഗത്തിൽ കൂടെ കടന്നുപോയത്, എന്റെ ചില നഷ്ടങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നത്, എന്റെ ചില അനുഭവങ്ങൾ എന്റെ ജോലിയിൽ ഉണ്ടായത്, എന്റെ ചില രോഗത്തിന്റെ അവസ്ഥയിൽ കൂടെ ഞാൻ കടന്നുപോയത്, ഇതൊന്നും എന്നെ നശിപ്പിക്കുവാനല്ല, എന്നെ തളർത്തിക്കളയുവാനായിട്ടല്ല. ഹല്ലേലൂയ. നാം കേട്ടതുപോലെ എന്റെ മേൽ നദി ഒഴുകിയാലും, ഹല്ലേലൂയ, എന്ത് സംഭവിച്ചാലും അതിൽ കൂടെ അതിൽ നിന്ന് മാറ്റി നിർത്തുവാനല്ല, അതിൽ കൂടെ കടത്തുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവം. ഇതാണ് ഒരു യഥാർത്ഥ ശിഷ്യന്റെ, ഡിസൈപ്പിൾ ഓഫ് ഗോഡ്, യഥാർത്ഥ ദൈവ ശിഷ്യന്റെ ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. പ്രതിസന്ധികൾ വരുമ്പോൾ അവിടെ തളർന്നു പോവുകയില്ല, എന്നാൽ പ്രതിസന്ധികൾ വരുമ്പോൾ ദാവീദ് പറഞ്ഞതുപോലെ കൂടിനും താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഹല്ലേലൂയ. ഞാൻ ദേവദാസൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ഞാൻ പറഞ്ഞു, എന്റെ മുമ്പിൽ തനിക്ക് 4 ആൺമക്കളുണ്ട്. തനിക്കിന് പറഞ്ഞു, താൻ പലപ്പോഴും പ്രാർത്ഥനയിൽ തനിക്കിനെ ചിന്തിക്കുന്നത് പറഞ്ഞു, എന്റെ 4 ആൺമക്കളും എന്റെ ഭാര്യയും നാളെ എന്റെ മുമ്പിൽ മരിച്ചുപോയാൽ, ഒരു അപകടം വന്ന് മരിച്ചുപോയാൽ
ഞാൻ ഈ ദൈവത്തെ സേവിക്കുമോ? താൻ തന്നോട് തന്നെ സംസാരിച്ചൊരു കാര്യമാണ്. എന്നിട്ട് താൻ തന്നെ പറഞ്ഞു, ഇല്ല, ഈ ദൈവം അന്നാലും വിശ്വസ്തനാണ്. അവൻ അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താൻ തന്നോട് തന്നെ പറയുക. ഇതിനപ്പുറം ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കണം? തന്റെ ഭാര്യയും തന്റെ 4 മക്കളും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുക, അതിനപ്പുറത്ത് കഷ്ടത ഒന്നും വരാനില്ലല്ലോ. എന്നാൽ ആ ദൈവദാസൻ പറഞ്ഞു, ആ കഷ്ടത വന്നാലും ഈ ദൈവത്തെ ഞാൻ ഒരിക്കലും കൈവിടത്തില്ല. ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതം നാളെ നമുക്ക് എന്ത് സംഭവിക്കും നമുക്ക് ആർക്കും അറിയത്തില്ല. നമുക്കൊരു കാര്യം അറിയാം, ഞാൻ സേവിക്കുന്ന ദൈവം അക്കരെ എത്തിക്കാമെന്ന് പറഞ്ഞെങ്കിൽ എത്ര വലിയ ചുഴലിക്കാറ്റ് വന്നാലും എന്റെ പടക് മുങ്ങുമാറായാലും അതിനെ ശാന്തമാക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തെയാണ് അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. ആ ദൈവം സ്തുതികൾക്കും മഹത്വത്തിനും യോഗ്യനാണ്. എന്നോട് പലപ്പോഴും ചോദിക്കും, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? ഞാൻ പറഞ്ഞു, 6 മക്കളുണ്ട്. 3 പേര് ഇവിടെ ഉണ്ട്, 3 പേര് സ്വർഗത്തിലുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അവരെയും കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലെ പ്രത്യാശ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധൈര്യം ഒരു ദൈവ പൈതലിന് മാത്രം. ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ് ഫോർ എ ചൈൽഡ് ഓഫ് ഗോഡ്. ഒരു ദൈവ പൈതലിന് മാത്രം പറയാൻ ഒരു കഴിവാണ് എന്റെ നിത്യത. ഹല്ലേലൂയ. ദൈവം എനിക്ക് ഉറപ്പാക്കി തന്നിരിക്കുന്നതാണ് എന്റെ നിത്യത. അവനെ ഞാൻ ഒരു ദിവസം മുഖാമുഖമായി കാണും. എന്റെ കഷ്ടതയിലും എന്റെ ദുഃഖത്തിലും എന്റെ വേദനയിലും എന്റെ നഷ്ടത്തിലും ഞാൻ പാടും, ഞാൻ അവനെ സ്തുതിക്കും, ഞാൻ അവനെ ആരാധിക്കും. ദൈവമക്കളെ, അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ബുധനാഴ്ചയോട് നിന്ന് മടങ്ങിപ്പോകും. ഞങ്ങളുടെ യാത്രയെ ഓർത്ത് പ്രാർത്ഥിക്കുക. തന്ന അവസരത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. ദൈവ വചനങ്ങളാൽ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുവാനാകട്ടെ. നമ്മുടെ കരങ്ങൾ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ആലോചന നമുക്ക് കേൾക്കുവാൻ കർത്താവിനെ സഹായിച്ചല്ലോ. പാസ്റ്റർ ശ്രീ തോമസ് അവരുടെ കുടുംബത്തിൽ നന്ദി അറിയിക്കുന്നു. ആമേൻ. സ്തോത്രം. ഇതുപോലെ കാലം സമയം